ബീഹാറിലെ പട്ന നഗരത്തിലെ ഒരു സാധാരണ ഫ്ളാറ്റിലായിരുന്നു രാഹുൽ ശർമ്മയും കുടുംബവും താമസിച്ചിരുന്നത്. നഗരസഭയിലെ വാട്ടർ ഡിപ്പാർട്ട്മെന്റിൽ ജൂനിയർ എഞ്ചിനീയറായിരുന്നു രാഹുൽ. ഓഫീസിലെ എല്ലാവർക്കും രാഹുലിനെ വലിയ ബഹുമാനമായിരുന്നു. ഇന്നത്തെ കാലത്ത് ഇത്രയും സത്യസന്ധനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കാണാൻ കിട്ടുക പ്രയാസമാണെന്ന് കൂടെയുള്ളവർ എപ്പോഴും പറയുമായിരുന്നു. ആരുടെ മുന്നിലും തല കുനിക്കാത്ത, ഒരു രൂപ പോലും കൈക്കൂലി വാങ്ങാത്ത ഒരു മനുഷ്യൻ. അതുകൊണ്ടുതന്നെ വലിയ സമ്പാദ്യമൊന്നും രാഹുലിനുണ്ടായിരുന്നില്ല. ആകെ സമ്പാദ്യം ജോലിയിലുള്ള ആത്മാർത്ഥതയും സ്വന്തം അന്തസ്സും മാത്രമായിരുന്നു. ഒരു സാധാരണക്കാരനായി ജീവിക്കുന്നതിലായിരുന്നു അയാൾക്ക് സന്തോഷം. രാഹുലിന്റെ ഭാര്യ നേഹ ഗുപ്ത പട്നയിലെ IPS ഓഫീസറായിരുന്നു. വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിൽ ജനിച്ച് സ്വന്തം കഠിനാധ്വാനം കൊണ്ടും ബുദ്ധിശക്തി കൊണ്ടും UPSC പരീക്ഷ പാസ്സായവളാണ് നേഹ. അവൾക്ക് തന്റെ ജോലിയായിരുന്നു എല്ലാം. തെറ്റു ചെയ്യുന്നവരാരായാലും അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരിക എന്നതായിരുന്നു നേഹയുടെ രീതി. ഡ്യൂട്ടിയുടെ കാര്യത്തിൽ അവൾ ആർക്കും ഒരു വിട്ടുവീഴ്ചയും ചെയ്തിരുന്നില്ല. അവർക്ക് 6 വയസ്സുകാരിയായ ഒരു മകളുണ്ടായിരുന്നു, ആദിതി. നേഹയ്ക്ക് പലപ്പോഴും ഓഫീസിലെ തിരക്കുകൾ കാരണം വീട്ടിൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടുതന്നെ മകളുടെ കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും എല്ലാം നോക്കിയിരുന്നത് രാഹുലായിരുന്നു. രാവിലെ മകളെ സ്കൂളിൽ വിടുന്നതും വൈകുന്നേരം കൂട്ടിക്കൊണ്ടുവരുന്നതും അവൾക്ക് ഭക്ഷണം കൊടുക്കുന്നതുമെല്ലാം രാഹുൽ ഒറ്റയ്ക്കാണ് ചെയ്തിരുന്നത്. നേഹയുടെ ജോലിയിലെ തിരക്കുകളെക്കുറിച്ച് രാഹുലിന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ടുതന്നെ അവൻ അതിലൊന്നും ഒരിക്കലും പരാതി പറഞ്ഞിരുന്നില്ല. അവൾക്ക് പൂർണ്ണ പിന്തുണ നൽകി അവൻ എപ്പോഴും കൂടെയുണ്ടായിരുന്നു. പുറമേ നിന്ന് നോക്കുന്നവർക്കെല്ലാം അതൊരു മാതൃകാ കുടുംബമായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നേഹയുടെ മേൽ വലിയ ജോലി സമ്മർദ്ദം ഉണ്ടായിരുന്നു. പുതിയ പോസ്റ്റിംഗും നഗരത്തിലെ ക്രമസമാധാന പ്രശ്നങ്ങളും അവളെ എപ്പോഴും അസ്വസ്ഥയാക്കിയിരുന്നു. പലപ്പോഴും രാത്രി വൈകിയാണ് അവൾ വീട്ടിലെത്തിയിരുന്നത്. വന്നാലുടൻ ഫോൺ കോളുകളും ഫയൽ നോട്ടങ്ങളുമായി അവൾ തിരക്കിലാകും. രാഹുലിനോടോ മകളോടോ സംസാരിക്കാൻ പോലും അവൾക്ക് സമയം കിട്ടിയിരുന്നില്ല. അതുകൊണ്ടുതന്നെ അവർക്കിടയിൽ ചെറിയൊരകൽച്ച പതിയെ രൂപപ്പെടുന്നുണ്ടായിരുന്നു. രാഹുൽ അത് മനസ്സിലാക്കിയെങ്കിലും നേഹയുടെ ജോലിയെ ഓർത്ത് അവനെല്ലാം സഹിച്ചു. അങ്ങനെയൊരു ദിവസം രാവിലെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേഹ കടുത്ത ചിന്തയിലായിരുന്നു. അവളുടെ മുഖത്ത് വലിയ ആശങ്ക പ്രകടമായിരുന്നു. വാട്ടർ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് കോടികളുടെ വലിയൊരു അഴിമതി നടന്നിട്ടുണ്ടെന്നും അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാരിൽ നിന്ന് കടുത്ത സമ്മർദ്ദമുണ്ടെന്നും അവൾ രാഹുലിനോട് പറഞ്ഞു. രാഹുൽ, ഈ കേസിൽ വലിയ വലിയ ആളുകളുടെ പേരുകൾ പുറത്തുവരാൻ സാധ്യതയുണ്ട്. പല രാഷ്ട്രീയക്കാരും വലിയ കോൺട്രാക്ടർമാരും ഉദ്യോഗസ്ഥരും ഇതിൽപ്പെടും. മാധ്യമങ്ങൾ ദിവസവും ഇതിനെക്കുറിച്ച് വാർത്തകൾ നൽകുന്നുണ്ട്. എനിക്കാണ് ഈ കേസിന്റെ പൂർണ്ണ ചുമതല, നേഹ ആശങ്കയോടെ പറഞ്ഞു. രാഹുൽ പതിവ് പോലെ ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അന്വേഷണം സത്യസന്ധമായി മുന്നോട്ടു പോയാൽ മതി നേഹ. യഥാർത്ഥ പ്രതികൾ ആരായാലും അവർ പിടിക്കപ്പെടും. നീ നിന്റെ ഡ്യൂട്ടി കൃത്യമായി ചെയ്യുക. സത്യം എപ്പോഴും പുറത്തുവരും. നേഹ അത് കേട്ട് തലയാട്ടിയെങ്കിലും അവളുടെ മനസ്സിൽ എന്തോ ഒരു അശുഭലക്ഷണം തോന്നിയിരുന്നു. ആ കേസ് സ്വന്തം ജീവിതത്തെയാണ് തകർക്കാൻ പോകുന്നതെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അതേസമയം ഓഫീസിൽ ജോലി ചെയ്യുന്നതിനിടയിൽ രാഹുലിന്റെ ശ്രദ്ധയിൽ ചില ഫയലുകൾ പെട്ടിരുന്നു. ചില കോൺട്രാക്ടർമാർക്ക് പണി പൂർത്തിയാക്കുന്നതിനു മുൻപ് തന്നെ ലക്ഷക്കണക്കിന് രൂപ പാസാക്കി നൽകിയിരിക്കുന്നു. പല വ്യാജ ബില്ലുകളിലും ഉദ്യോഗസ്ഥർ ഒപ്പിട്ടിരിക്കുന്നത് രാഹുൽ കണ്ടു. രാഹുൽ ഈ വിവരം തന്റെ മേലുദ്യോഗസ്ഥനായ സുരേഷ് പാണ്ഡെയെ അറിയിച്ചു. എന്നാൽ സുരേഷ് പാണ്ഡെ രാഹുലിനെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിൽ പറഞ്ഞു, രാഹുൽജി, ഇവിടെ കൂടുതൽ സത്യസന്ധതയൊന്നും കാണിക്കാൻ നിൽക്കേണ്ട. ഇതൊക്കെ ഇവിടെ പണ്ടേ നടക്കുന്നതാണ്. നിങ്ങൾ ഇതിലൊന്നും തലയിടാതെ മിണ്ടാതിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം, അല്ലെങ്കിൽ ജോലി തന്നെ ഇല്ലാതാകും. എന്നാൽ ഈ അനീതി കണ്ടില്ലെന്ന് നടക്കാൻ രാഹുലിന് കഴിഞ്ഞില്ല. അവൻ ആ കള്ള ഫയലുകളുടെയൊക്കെ പകർപ്പുകൾ എടുത്ത് ആരും കാണാതെ തന്റെ കമ്പ്യൂട്ടറിലും ഒരു പെൻഡ്രൈവിലും സൂക്ഷിച്ചുവെച്ചു. ഭാവിയിൽ ഇത് വലിയ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ തെളിവായി ഉപയോഗിക്കാമെന്ന് അവൻ കരുതി. പക്ഷേ ഈ ഫയലുകൾ തന്നെയാണ് പിന്നീട് തനിക്കെതിരെ വരാൻ പോകുന്നതെന്ന് രാഹുൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ അഴിമതി കേസിന്റെ അന്വേഷണം വളരെ വേഗത്തിലായി. നേഹയുടെ നേതൃത്വത്തിലുള്ള ടീം എല്ലാ രേഖകളും പരിശോധിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം രാവിലെ അന്വേഷണ സംഘത്തിന്റെ ഒരു രഹസ്യ റിപ്പോർട്ട് നേഹയുടെ മേശപ്പുറത്തെത്തി.
അതിലുണ്ടായിരുന്ന പ്രതികളുടെ പേര് കണ്ടതും നേഹയുടെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. അവളുടെ കണ്ണുകൾക്ക് അവൾക്ക് തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തലയിൽ ഒരു ഇടിമിന്നലേറ്റതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു. കാഴ്ച മങ്ങുന്നതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു. രാഹുൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല, ഇതിലെന്തോ തെറ്റുണ്ട് എന്നവളുടെ മനസ്സ് പറഞ്ഞു. എന്നാൽ ആ റിപ്പോർട്ടിനൊപ്പം രാഹുലിന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഉണ്ടായിരുന്നു. അഴിമതി നടത്തിയ ഒരു കോൺട്രാക്ടറുടെ അക്കൗണ്ടിൽ നിന്ന് രാഹുലിന്റെ വ്യക്തിപരമായ അക്കൗണ്ടിലേക്ക് കഴിഞ്ഞ മാസങ്ങളിൽ 25 ലക്ഷം രൂപ വന്നിരിക്കുന്നു. പണം വന്ന തീയതിയും സമയമെല്ലാം കൃത്യമായി അതിൽ രേഖപ്പെടുത്തിയിരുന്നു. തെളിവുകളെല്ലാം വളരെ ശക്തമായിരുന്നു. അന്ന് രാത്രി വീട്ടിലെത്തിയ നേഹ തീർത്തും നിശബ്ദയായിരുന്നു. അവൾക്ക് രാഹുലിന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും ഭയം തോന്നി. രാഹുൽ എന്താണ് കാര്യമെന്ന് ചോദിച്ചെങ്കിലും അവൾ ഒന്നും മിണ്ടിയില്ല. തലവേദനയാണെന്ന് പറഞ്ഞ് അവൾ മുറിയിലേക്ക് പോയി. ആദ്യമായി ആ ഭർത്താവിനും ഭാര്യയ്ക്കുമിടയിൽ മൗനത്തിന്റെ വലിയൊരു മതിൽ രൂപപ്പെട്ടു. രാത്രി രാഹുൽ ഉറങ്ങിയതിനു ശേഷവും നേഹയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി കണ്ണീർ വാർത്തുകൊണ്ടിരുന്നു. അവളുടെ മുന്നിൽ 2 വഴികളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് ഒരു ഭാര്യയുടെ വഴി, 2 ഒരു IPS ഓഫീസറുടെ വഴി. ഭാര്യയുടെ മനസ്സ് പറഞ്ഞു രാഹുൽ നിരപരാധിയാണെന്ന്, അവൻ ഒരാളോടും ഒരു പൈസ പോലും വാങ്ങില്ലെന്ന്. എന്നാൽ ഒരു ഓഫീസറുടെ ബുദ്ധി പറഞ്ഞു നിയമത്തിനു മുന്നിൽ ബന്ധങ്ങൾക്ക് സ്ഥാനമില്ലെന്ന്. തെളിവുകളാണ് എല്ലാം. പിറ്റേന്ന് രാവിലെ നേഹ അന്വേഷണ സംഘത്തിന് രാഹുലിനെതിരായുള്ള തെളിവുകൾ ഒരിക്കൽ കൂടി വളരെ രഹസ്യമായി പരിശോധിക്കാൻ നിർദ്ദേശം നൽകി. എന്നാൽ രണ്ടാമത്തെ പരിശോധനയിലും ഫലം അതുതന്നെയായിരുന്നു. രാഹുലിന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടെന്നത് പൂർണ്ണമായും സത്യമാണെന്ന് ബാങ്ക് അധികൃതർ സ്ഥിരീകരിച്ചു. നേഹയുടെ മനസ്സിലെ സംശയങ്ങൾ ഇല്ലാതായി. രാഹുൽ തന്നെ ചതിക്കുകയായിരുന്നു എന്നവൾ ഉറപ്പിച്ചു. അവൾ കടുത്തൊരു തീരുമാനത്തിലേക്കെത്തി. പിറ്റേന്ന് രാവിലെ രാഹുൽ പതിവ് പോലെ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയതായിരുന്നു. അവൻ ബാഗുമെടുത്ത് വീടിന് പുറത്തേക്കിറങ്ങി. അപ്പോഴാണ് ഫ്ളാറ്റിന്റെ താഴെ പോലീസിന്റെ 3 വണ്ടികൾ വന്നു നിന്നത്. വണ്ടിയിൽ നിന്നും പോലീസുകാർ പുറത്തിറങ്ങുന്നത് കണ്ട് നാട്ടുകാരെല്ലാം ജനലിലൂടെയും വഴിയരികിലും ഒത്തുകൂടി നോക്കാൻ തുടങ്ങി. വണ്ടിയിൽ നിന്നും ഇറങ്ങി വന്നത് യൂണിഫോം ധരിച്ച നേഹയായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നെങ്കിലും മുഖത്ത് ഒരു ഓഫീസറുടെ കടുപ്പം അവൾ വരുത്തി തീർത്തു. രാഹുലിനൊന്നും മനസ്സിലായില്ല. അവൻ അത്ഭുതത്തോടെ നേഹയെ നോക്കി. എന്താണ് നേഹ, നീ ഇവിടെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൻ ചോദിച്ചു. നേഹ വിറയ്ക്കുന്ന ശബ്ദത്തോടെ പറഞ്ഞു, രാഹുൽ ശർമ്മ, വാട്ടർ ഡിപ്പാർട്ട്മെന്റിലെ അഴിമതിയിലും സർക്കാർ പണം തട്ടിയെടുത്തതിലും നിങ്ങൾക്ക് പങ്കുണ്ടെന്ന് തെളിഞ്ഞിരിക്കുന്നു. അതിനാൽ നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യുന്നു. അത് കേട്ടതും രാഹുലിന്റെ കയ്യിലിരുന്ന ബാഗ് താഴേക്ക് വീണു. അവന് ശ്വാസം നിലയ്ക്കുന്നതുപോലെ തോന്നി. തന്റെ 7 വർഷത്തെ ദാമ്പത്യത്തിന്റെ വിശ്വാസമാണ് ആ ഒരൊറ്റ വാക്കിൽ തകർന്നുപോയതെന്ന് രാഹുലിന് തോന്നി. തന്നെ ജീവനേക്കാൾ ഏറെ സ്നേഹിച്ച ഭാര്യയാണ് തന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. പോലീസ് രാഹുലിന്റെ അടുത്തുവന്ന് അയാളുടെ കൈകളിൽ വിളങ്ങുവെച്ചു. ആളുകൾക്കിടയിലൂടെ രാഹുലിനെ നടത്തി വണ്ടിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നാട്ടുകാർ പരസ്പരവും ഉച്ചത്തിലും മന്ത്രിച്ചുകൊണ്ടിരുന്നു. കണ്ടില്ലേ, പുറമേക്ക് എത്ര വലിയ മാന്യനായിരുന്നു. ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല. സ്വന്തം ഭാര്യയ്ക്ക് തന്നെ ഇവനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നില്ലേ? അപ്പോൾ കാര്യം വലിയത് തന്നെയാണ്. ഈ വാക്കുകൾ രാഹുലിന്റെ നെഞ്ചിൽ വലിയ ആണി തറയ്ക്കുന്നതുപോലെ തോന്നി. പക്ഷെ അവനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് നാട്ടുകാരുടെ വാക്കുകളല്ല, മറിച്ച് തന്റെ ഭാര്യയുടെ കണ്ണുകളായിരുന്നു. അവൾ ഒന്നുപോലും രാഹുലിന്റെ മുഖത്തേക്ക് നോക്കാൻ കൂട്ടാക്കിയില്ല. അവളുടെ നോട്ടം താഴേക്കായിരുന്നു. അപ്പോഴാണ് 6 വയസ്സുകാരി ആദിതി വീടിന്റെ ഉള്ളിൽ നിന്ന് ഓടിപ്പുറത്തേക്ക് വന്നത്. വണ്ടിയും പോലീസുകാരെയും കണ്ട് അവൾ പേടിച്ചുപോയി. അമ്മേ, അച്ഛനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? അച്ഛന്റെ കയ്യിൽ അതെന്താണ് എന്ന് ചോദിച്ച് അവൾ കരയാൻ തുടങ്ങി. അവൾ ഓടിവന്ന് രാഹുലിന്റെ കാലുകളിൽ കെട്ടിപ്പിടിച്ചു. ആ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് അവിടെ നിന്ന് സാധാരണ പോലീസുകാരുടെ പോലും കണ്ണുകൾ നിറഞ്ഞു. രാഹുൽ കുനിഞ്ഞ് മകളുടെ നെറ്റിയിൽ ഒരു ഉമ്മ നൽകാൻ ആഗ്രഹിച്ചെങ്കിലും കൈകളിൽ ഇരുമ്പു വിളങ്ങുണ്ടായിരുന്നതിനാൽ അവനതിന് കഴിഞ്ഞില്ല. അവൻ സങ്കടം കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു, മോളെ, അച്ഛനൊരു ജോലിക്ക് വേണ്ടി ഇപ്പോൾ വരാം. മോൻ കരയാതെ അമ്മയുടെ കൂടെ നിൽക്ക് കേട്ടോ. എന്നാൽ ആദിതി വിടാൻ തയ്യാറായിരുന്നില്ല. വനിതാ പോലീസുകാർ വന്ന് അവളെ പിടിച്ചു മാറ്റുകയായിരുന്നു. നേഹ തിരിഞ്ഞു നടന്ന് പോലീസ് വണ്ടിയുടെ മുൻസീറ്റിൽ കയറിയിരുന്നു. രാഹുലിനെ പുറകിലെ വണ്ടിയിലാണ് കയറ്റിയത്. പോലീസ് വണ്ടികൾ ഹോൺ മുഴക്കി പാഞ്ഞു പോകുമ്പോൾ ആദിതി റോഡിലിരുന്ന് അച്ഛാ എന്ന് വിളിച്ച് ഉച്ചത്തിൽ കരയുകയായിരുന്നു. വണ്ടിയുടെ ഉള്ളിലിരുന്ന് രാഹുൽ ജനലിലൂടെ മകളെ നോക്കി കണ്ണീർ വാർത്തുകൊണ്ടിരുന്നു. അങ്ങനെ ആദ്യമായി രാഹുൽ ജയിലിന്റെ ഇരുമ്പരജികൾക്കുള്ളിലേക്ക് നടന്നുപോയി. അവന്റെ മനോഹരമായ ദാമ്പത്യ ജീവിതം ആ ഒരൊറ്റ ദിവസം കൊണ്ട് തകർന്നടിഞ്ഞു. കനത്ത ഇരുമ്പ് വാതിലുകൾ വലിയ ശബ്ദത്തോടെ അടഞ്ഞു. ലോക്കപ്പിന്റെ തണുത്ത തറയിലേക്ക് രാഹുൽ ഒതുങ്ങിയിരുന്നു. ആ മുറിക്ക് കരിയും അഴുക്കും കലർന്ന് ഒരു പ്രത്യേക ഗന്ധമുണ്ടായിരുന്നു. ജനലഴികൾക്കിടയിലൂടെ വരുന്ന നേർത്ത വെളിച്ചം മാത്രമായിരുന്നു ആ ഇരുട്ടറയിലെ ഏക ആശ്രയം.
കൂടെയുള്ള തടവുകാരിൽ ചിലർ പരസ്പരവും ചിലർ തനിയെയും പിറുപിറുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ രാഹുൽ പൂർണ്ണമായും ശൂന്യനായിരുന്നു. തന്റെ നെഞ്ചിൽ പതിഞ്ഞ ആ ഇരുമ്പുവിലങ്ങിന്റെ തണുപ്പ് അവനെ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരുന്നു. എങ്ങനെ, ആർക്കു വേണ്ടിയാണ് ഞാൻ ഈ കെണിയിൽപ്പെട്ടത് എന്ന ചോദ്യം അവന്റെ തലച്ചോറിൽ നിരന്തരം മുഴങ്ങിക്കൊണ്ടിരുന്നു. ജീവിതത്തിൽ ആരെയും ദ്രോഹിച്ചിട്ടില്ലാത്ത, ആരുടെയും ഒരു പൈസ പോലും മോഹിക്കാത്ത താൻ എന്തിനാണ് ഈ നരകത്തിൽ കിടക്കുന്നത് എന്ന് അവന് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. സമയം വളരെ പതുക്കെയാണ് നീങ്ങുന്നത് എന്ന് അവന് തോന്നി. ജയിലിന്റെ ഒരു കോണിലിരുന്ന് അവൻ തന്റെ ഭൂതകാലത്തിലേക്ക് മനസ്സ് പായിച്ചു. നഗരസഭയിലെ ജോലിയിൽ ചേർന്ന അന്നുമുതൽ ഇന്നുവരെ ഫയലുകളിൽ താൻ കാത്തുസൂക്ഷിച്ച കൃത്യതയും സുതാര്യതയും അവൻ ഓർത്തു. പലപ്പോഴും സഹപ്രവർത്തകർ അവനെ കളിയാക്കുമായിരുന്നു. രാഹുൽജി, ഈ കാലത്ത് ഇത്രയും കടുപ്പം കാണിച്ചാൽ ആരും കൂടെയുണ്ടാകില്ല എന്ന്. അന്നതൊരു തമാശയായിട്ടാണ് തോന്നിയതെങ്കിൽ ഇന്ന് അതിന്റെ ആഴം അവൻ തിരിച്ചറിയുകയായിരുന്നു. സത്യസന്ധത ഒരു വലിയ കുറ്റമായി മാറുന്ന ഒരു ലോകത്താണ് താൻ ജീവിക്കുന്നത് എന്ന് അവൻ നടുക്കത്തോടെ മനസ്സിലാക്കി. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ വലിയൊരു പോലീസ് ഉദ്യോഗസ്ഥൻ രാഹുലിനെ പ്രത്യേക ചോദ്യം ചെയ്യൽ മുറിയിലേക്ക് വിളിപ്പിച്ചു. മേശപ്പുറത്ത് കട്ടിയുള്ളൊരു ഫയൽ ഇരിപ്പുണ്ടായിരുന്നു. അതിനു മുകളിലായി രാഹുലിന്റെ ഒപ്പും ഫോട്ടോയും വ്യക്തമായി കാണാമായിരുന്നു. ആ ഓഫീസർ കസേരയിലേക്ക് ചാരിയിരുന്ന് രാഹുലിനെ രൂക്ഷമായി നോക്കി. രാഹുൽ ശർമ്മ, നിങ്ങളെപ്പോലെയുള്ള ആളുകളാണ് ഈ നാടിന്റെ ശാപം. പുറമേക്ക് വലിയ മാന്യത നടിക്കും, എന്നാൽ ഉള്ളിൽ വലിയ കൊള്ളക്കാരായിരിക്കും. ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ നോക്കൂ. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കോൺട്രാക്ടർ ശർമാജി നേരിട്ടാണ് പണം അയച്ചിരിക്കുന്നത്. ഇനി നിങ്ങളുടെ കള്ളക്കളി ഇവിടെ നടക്കില്ല. അയാൾ മേശപ്പുറത്ത് ശക്തമായി അടിച്ചുകൊണ്ട് പറഞ്ഞു. രാഹുൽ ആ കടലാസുകൾ ഓരോന്നായി എടുത്തു നോക്കി. അവന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അതിലെഴുതിയിരിക്കുന്ന തുകയുടെ അക്കങ്ങൾ അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. 25 ലക്ഷം രൂപ. താൻ തന്റെ ജീവിതത്തിൽ ഒന്നിച്ചു കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ തുകയാണത്. തന്റെ ശമ്പളം കൃത്യമായി വന്നിരുന്ന അക്കൗണ്ടിൽ തന്നെയാണ് ഈ അട്ടിമറി നടന്നിരിക്കുന്നത്. സർ, ഞാൻ ദൈവത്തെ ഓർത്തു പറയുകയാണ്. എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഈ പണം ഞാൻ കണ്ടിട്ട് പോലുമില്ല. ആരോ എന്നെ മനഃപൂർവ്വം ചതിക്കുകയാണ്. രാഹുൽ ദയനീയമായി കൈകൾ കൂപ്പി പറഞ്ഞു. എന്നാൽ ആ ഓഫീസറുടെ മുഖത്ത് കടുത്ത പരിഹാസമായിരുന്നു. എല്ലാ കുറ്റവാളികളും ആദ്യം ദൈവത്തെയാണ് സാക്ഷി നിർത്തുക രാഹുൽ. പക്ഷേ നിയമത്തിനു വേണ്ടത് ദൈവത്തെയല്ല, രേഖകളെയാണ്. ഈ തെളിവുകൾ നിങ്ങളെ ജീവിത അവസാനം വരെ ജയിലിൽ കിടത്താൻ പര്യാപ്തമാണ് എന്നു പറഞ്ഞ് അയാൾ രാഹുലിനെ തിരികെ ലോക്കപ്പിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശം നൽകി. മറുവശത്ത് പട്നയിലെ വലിയ പോലീസ് ക്വാർട്ടേഴ്സിലെ ആ വലിയ മുറിയിൽ നേഹ പൂർണ്ണമായും ഒറ്റപ്പെട്ടിരുന്നു. അവളുടെ മുന്നിൽ ആഹാരം ഇരിപ്പുണ്ടായിരുന്നെങ്കിലും ഒരു തരി പോലും വിഴുങ്ങാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഔദ്യോഗിക വേഷം അഴിച്ചുവെച്ചപ്പോൾ അവളുടെ ഉള്ളിലെ പോലീസ് ഓഫീസർ മരിക്കുകയും ഒരു ഭാര്യ ജന്മമെടുക്കുകയും ചെയ്തിരുന്നു. ജനലിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി അവൾ എങ്ങലടിച്ചു കരഞ്ഞു. സ്വന്തം കൈകൾ കൊണ്ട് ഭർത്താവിന്റെ കൈകളിൽ വിലങ്ങുവെക്കേണ്ടി വന്ന ആ നിമിഷം അവളുടെ മനസ്സിനെ തുളച്ചു കയറുകയായിരുന്നു. ഞാൻ ചെയ്തത് ശരിയാണോ അതോ തെറ്റാണോ എന്ന ചോദ്യം അവളെ ശ്വാസമുട്ടിക്കുകയായിരുന്നു. അപ്പോഴാണ് മകൾ ആദിതി മുറിയുടെ വാതിൽ പതിയെ തുറന്നകത്തേക്ക് വന്നത്. അവളുടെ കണ്ണുകൾ കരഞ്ഞു ചുവന്നിരുന്നു. അവളുടെ കയ്യിൽ രാഹുൽ വാങ്ങി നൽകിയ ഒരു ചെറിയ പാവക്കുട്ടിയുണ്ടായിരുന്നു. അവൾ നേഹയുടെ അരികിൽ വന്ന് അവളുടെ സാരിയിൽ പിടിച്ചു വലിച്ചു. അമ്മേ, അച്ഛൻ എപ്പോഴാണ് വരിക? അച്ഛനില്ലാതെ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. സ്കൂളിലെ വണ്ടി വന്നപ്പോൾ ഞാൻ പോയില്ല. അച്ഛൻ കള്ളനാണെന്ന് അവിടെയുള്ള ചേച്ചിമാർ പറയുന്നു. അച്ഛൻ പാവമല്ലേ അമ്മേ? ആ കുഞ്ഞിന്റെ ഓരോ വാക്കുകളും നേഹയുടെ നെഞ്ചിൽ കനലുകൾ കോരിയിടുന്നതുപോലെയായിരുന്നു. മകളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ അവൾ ആദിതിയെ നെഞ്ചോട് ചേർത്തു പിടിച്ച് ഉറക്കെ കരഞ്ഞു. ആ രാത്രി ആ അമ്മയ്ക്കും മകൾക്കും ഒരുപോലെ ഉറക്കമില്ലാത്തതായിരുന്നു. പിറ്റേന്ന് ഓഫീസിലെത്തിയ നേഹ ഒരു വലിയ തീരുമാനമെടുത്തു. അവൾക്കൊരിടത്തും സമാധാനമായി ഇരിക്കാൻ കഴിഞ്ഞില്ല. രാഹുലിന്റെ പെരുമാറ്റവും അവന്റെ മുൻകാല ജീവിതവും അവൾക്ക് നന്നായി അറിയാം. വീട്ടിലെ പച്ചക്കറി വാങ്ങുമ്പോൾ പോലും കണക്കിൽ കൃത്യത കാണിക്കുന്ന ഒരു മനുഷ്യൻ ഇത്രയും വലിയൊരു അഴിമതി ഒറ്റ രാത്രി കൊണ്ട് ചെയ്യുമെന്ന് വിശ്വസിക്കാൻ അവളുടെ മനസ്സ് തയ്യാറായിരുന്നില്ല. അവൾ ആ അഴിമതി കേസിന്റെ ആദ്യ ഫയലുകൾ വീണ്ടും മേശപ്പുറത്ത് നിരത്തി. ഓരോ പേജും അവൾ സൂക്ഷ്മമായി പരിശോധിക്കാൻ തുടങ്ങി. എവിടെയോ എന്തോ ഒരു കണ്ണിൽപ്പെടാത്ത രഹസ്യമുണ്ടെന്ന് അവൾക്ക് തോന്നി. ബാങ്ക് അക്കൗണ്ടിൽ പണം വന്നിരിക്കുന്ന തീയതികൾ അവൾ ഡയറിയിൽ കുറിച്ചുവെച്ചു. ആ ആഴ്ചകളിൽ രാഹുൽ ഓഫീസിൽ ചെയ്ത ജോലികളുടെ വിവരങ്ങളും അവൾ ശേഖരിച്ചു. പെട്ടെന്നാണ് അവളുടെ ശ്രദ്ധയിൽ ഒരു കാര്യം പെട്ടത്. പണം ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട ദിവസങ്ങളിലെല്ലാം അർദ്ധരാത്രിയിലാണ് ഇടപാടുകൾ നടന്നിരിക്കുന്നത് എന്ന് മാത്രമല്ല, ബാങ്കിൽ നിന്ന് വരുന്ന സന്ദേശങ്ങൾ സാധാരണയായി വ്യക്തികളുടെ ഫോണിലേക്കാണ് വരിക. അവൾ രാഹുലിന്റെ ഫോൺ റെക്കോർഡുകൾ പരിശോധിച്ചപ്പോൾ അത്തരമൊരു സന്ദേശവും ആ ദിവസങ്ങളിൽ രാഹുലിന്റെ ഫോണിലേക്ക് വന്നിട്ടില്ല എന്ന് കണ്ടെത്തി. ഇത് വലിയൊരു വഴിത്തിരിവായിരുന്നു. അവൾ ഉടൻ തന്നെ ബാങ്കിന്റെ മുഖ്യ സൈബർ വിഭാഗത്തെ വിളിച്ച് അടിയന്തരമായി ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടു.
അതേസമയം ജയിലിന്റെ കറുത്ത മതിലുകൾക്കുള്ളിൽ രാഹുലിന്റെ മനസ്സ് പതിയെ ശാന്തമാകാൻ തുടങ്ങി. കരഞ്ഞു തീർത്ത നിമിഷങ്ങൾ അവന് പുതിയൊരു ഉൾക്കാഴ്ച നൽകി. അവൻ തന്റെ ഡിപ്പാർട്ട്മെന്റിലെ മുൻകാല സംഭവങ്ങൾ ഓർത്തെടുത്തു. 3 മാസം മുൻപ് വാട്ടർ പൈപ്പുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടു വന്ന വലിയൊരു തുകയുടെ ബില്ല് അവൻ തടഞ്ഞുവച്ചിരുന്നു. നിലവാരമില്ലാത്ത പൈപ്പുകൾ ഉപയോഗിച്ചതിന് കോൺട്രാക്ടർക്കെതിരെ അവൻ റിപ്പോർട്ട് എഴുതിയിരുന്നു. അന്ന് സുരേഷ് പാണ്ഡെ അവനെ തന്റെ കെബിനിലേക്ക് വിളിപ്പിച്ചിരുന്നു. രാഹുൽ, നീ ചെറുപ്പമാണ്, കുടുംബമുള്ളവനാണ്. ഇവിടെ നിലനിൽക്കണമെങ്കിൽ ചില കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കണം. ഈ റിപ്പോർട്ട് മാറ്റിയെഴുതുക എന്നായിരുന്നു അയാളുടെ ആവശ്യം. എന്നാൽ രാഹുൽ അതിന് വഴങ്ങിയില്ല. ആ ഫയലുകളുടെ ഡിജിറ്റൽ കോപ്പികൾ താൻ ഓഫീസിലെ കമ്പ്യൂട്ടറിലും ഒരു രഹസ്യ പെൻഡ്രൈവിലും സൂക്ഷിച്ചിട്ടുണ്ട് എന്ന കാര്യം രാഹുൽ ഓർത്തു. അപ്പോൾ സുരേഷ് പാണ്ഡെ തന്നെയാണ് എന്നെ ഇതിലേക്ക് വലിച്ചിഴച്ചിരിക്കുന്നത്. ഞാൻ ആ ഫയലുകൾ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് അയാൾ മനസ്സിലാക്കിയിരിക്കുന്നു. രാഹുലിന് കാര്യങ്ങൾ വ്യക്തമാകാൻ തുടങ്ങി. ജയിലിന്റെ അതേ സെല്ലിൽ രാമേശ്വർ പ്രസാദ് എന്ന ഒരു വൃദ്ധനുണ്ടായിരുന്നു. വർഷങ്ങളായി അവിടെ കഴിയുന്ന അയാൾക്ക് മനുഷ്യരുടെ മുഖം വായിക്കാൻ അറിയാമായിരുന്നു. അയാൾ രാഹുലിന്റെ അടുത്തേക്ക് നടന്നുവന്നു. കഞ്ഞിപ്പാത്രം തറയിൽ വെച്ചിട്ട് അയാൾ രാഹുലിന്റെ തോളിൽ കൈവച്ചു. മകനെ, നിന്റെ മുഖത്ത് ഞാനൊരു കുറ്റവാളിയുടെ ഭയമല്ല കാണുന്നത്, മറിച്ച് ചതിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ സങ്കടമാണ്. ഈ ജയിലിൽ 2 തരം ആളുകളുണ്ട്. തെറ്റ് ചെയ്ത് അതിന്റെ ഭയത്തോടെ ജീവിക്കുന്നവരും തെറ്റ് ചെയ്യാതെ നീതിക്കു വേണ്ടി കാത്തിരിക്കുന്നവരും. നീ 2ാമത്തെ കൂട്ടത്തിലാണ്. അതുകൊണ്ട് നീ ആഹാരം കഴിക്കണം. നിന്റെ ശരീരവും മനസ്സും ശക്തമായിരിക്കണം. എങ്കിൽ മാത്രമേ നിനക്ക് പുറത്തിറങ്ങി പോരാടാൻ കഴിയൂ. ആ വൃദ്ധന്റെ വാക്കുകളിൽ വലിയൊരു സത്യമുണ്ടായിരുന്നു. രാഹുൽ ആ പാത്രം കയ്യിലെടുത്തു. അവന്റെ ഉള്ളിൽ ഒരു പുതിയ പ്രതീക്ഷയുടെ വെളിച്ചം പതിയെ തെളിയാൻ തുടങ്ങുകയായിരുന്നു. പുറത്ത് സൈബർ ടീമിന്റെ പ്രത്യേക അന്വേഷണ റിപ്പോർട്ട് നേഹയുടെ കൈകളിലെത്തുമ്പോൾ സമയം അർദ്ധരാത്രിയോടടുത്തിരുന്നു. ആ ഫയൽ തുറന്നു വായിച്ച നേഹയുടെ കൺപീലികൾ അത്ഭുതം കൊണ്ടും ഞെട്ടലും കൊണ്ട് വിറച്ചു. റിപ്പോർട്ടിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ടായിരുന്നു, രാഹുൽ ശർമ്മയുടെ പേരിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഒരു വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് മാറ്റിയതിനു ശേഷമാണ് ഈ വലിയ തുകയുടെ ഇടപാടുകളെല്ലാം നടന്നിരിക്കുന്നത്. പണം പൂർണ്ണമായും അക്കൗണ്ടിൽ വന്നതിനു ശേഷം ആ നമ്പർ വീണ്ടും രാഹുലിന്റെ പഴയ നമ്പരിലേക്ക് തന്നെ മാറ്റിയിരിക്കുന്നു. അതായത് രാഹുൽ അറിയാതെ അയാളുടെ പേരിൽ ഒരു വലിയ ഡിജിറ്റൽ ചതി നടന്നിരിക്കുന്നു. നേഹയ്ക്ക് തന്റെ ശ്വാസം അടക്കിപ്പിടിക്കേണ്ടി വന്നു. അവളുടെ ഭർത്താവ് പൂർണ്ണമായും നിരപരാധിയാണെന്ന് ആ ഔദ്യോഗിക രേഖ ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ ഈ ചതിക്ക് പിന്നിൽ പ്രവർത്തിച്ച ആ വലിയ കൈകൾ ആരുടേതാണ്? ഓഫീസിലെ ഉയർന്ന പദവിയിലിരിക്കുന്ന ആരോ ഒരാൾക്ക് മാത്രമേ ഇത്രയും കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ എന്നവൾക്ക് മനസ്സിലായി. അവൾ അവളുടെ മേശപ്പുറത്തിരുന്ന സുരേഷ് പാണ്ഡെയുടെ ഫയൽ കയ്യിലെടുത്തു. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ ഒരു ഭാര്യയുടെ സങ്കടമായിരുന്നില്ല, മറിച്ചൊരു കുറ്റവാളിയെയും വെറുതെ വിടില്ല എന്നുറപ്പിച്ച ഒരു IPS ഓഫീസറുടെ കടുത്ത പ്രതികാര ചിന്തയായിരുന്നു. കഥയുടെ യഥാർത്ഥ പോരാട്ടം അവിടെ ആരംഭിക്കുകയായിരുന്നു. പട്ന നഗരം കനത്ത മൂടൽമഞ്ഞിലേക്ക് വഴിമാറുന്നൊരു രാത്രിയായിരുന്നു അത്. നേഹ തന്റെ കമാൻഡ് ഓഫീസിലെ മേശപ്പുറത്തിരുന്ന ലാപ്ടോപ്പ് സ്ക്രീനിലേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. കണ്ണുകളിൽ ഉറക്കത്തിന്റെ ലക്ഷണമേ ഉണ്ടായിരുന്നില്ല. ഭർത്താവിന്റെ നിരപരാധിത്വം വ്യക്തമാക്കുന്ന സൈബർ ഫോറൻസിക് റിപ്പോർട്ട് അവളുടെ മുന്നിൽ ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ നിയമത്തിന്റെ ലോകത്ത് ഇതൊരു തുടക്കം മാത്രമാണെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. രാഹുലിന്റെ അക്കൗണ്ടിൽ കൃത്രിമം കാണിച്ച ആ അജ്ഞാതൻ ആരാണെന്ന് കണ്ടെത്താതെ അവന് കോടതിയിൽ നിന്നും പൂർണ്ണമായ മോചനം സാധ്യമാകില്ല. താനെടുത്ത തെറ്റായ തീരുമാനത്തിന്റെ ഭാരം അവളുടെ നെഞ്ചിനെ ഒരു പാറ പോലെ അമർത്തുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവളുടെ പേഴ്സണൽ ഇമെയിൽ ഐഡിയിലേക്ക് ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നത്. കരുത്ത പശ്ചാത്തലമുള്ള ഒരു അക്കൗണ്ടിൽ നിന്നായിരുന്നു ആ മെയിൽ വന്നത്. അതിൽ അയച്ചയാളുടെ പേരോ മറ്റു വിവരങ്ങളോ ഉണ്ടായിരുന്നില്ല. സന്ദേശത്തിൽ ഇപ്രകാരം എഴുതിയിരുന്നു: മാഡം, നിങ്ങൾ പുറത്തു കാണുന്ന തെളിവുകളെല്ലാം നിങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി മാത്രമുണ്ടാക്കിയതാണ്. യഥാർത്ഥ സത്യം വാട്ടർ ഡിപ്പാർട്ട്മെന്റിലെ ഇരുണ്ട മുറികൾക്കുള്ളിലാണ് ഒളിച്ചിരിക്കുന്നത്. ഈ ഫയലുകൾ കാണുക. അതിനോടൊപ്പം ചില PDF രേഖകളും ഉണ്ടായിരുന്നു. നേഹ ഒട്ടും സമയം കളയാതെ ആ ഫയലുകൾ ഡൗൺലോഡ് ചെയ്ത് തുറന്നു. അതിലുണ്ടായിരുന്ന വിവരങ്ങൾ നേഹയെ പൂർണ്ണമായും ഞെട്ടിച്ചുകളഞ്ഞു. കഴിഞ്ഞ 2 വർഷമായി നഗരസഭയിൽ നടന്ന കോൺട്രാക്റ്റുകളുടെ മുഴുവൻ വിവരങ്ങളുമടങ്ങിയ ഒറിജിനൽ ലെഡ്ജർ ബുക്കിന്റെ പകർപ്പുകളായിരുന്നു അത്. വിതരണം ചെയ്യാത്ത പൈപ്പുകൾക്കും പൂർത്തിയാക്കാത്ത റോഡുകൾക്കും വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ ഖജനാവിൽ നിന്നും മാറി നൽകിയിരിക്കുന്നത്. അതിലൊരിടത്തും രാഹുൽ ശർമ്മ എന്ന പേരുണ്ടായിരുന്നില്ല. പകരം എല്ലാ ഫയലുകളിലും അനുമതി നൽകിക്കൊണ്ട് ഒപ്പിട്ടിരിക്കുന്നത് ചീഫ് എഞ്ചിനീയറായ സുരേഷ് പാണ്ഡെയായിരുന്നു.
രാഹുൽ അവസാനമായി ഒപ്പിട്ട ഫയലുകളിൽ അവൻ ചില ചുവത്ത മഷി കൊണ്ട് കുറിപ്പുകൾ എഴുതിയിരിക്കുന്നത് നേഹ കണ്ടു. ഈ ബില്ലിൽ പറയുന്ന സാധനങ്ങൾ സൈറ്റിലെത്തിയിട്ടില്ല, അതിനാൽ പണം അനുവദിക്കാൻ കഴിയില്ല എന്ന് രാഹുൽ വ്യക്തമായി എഴുതിവെച്ചിരുന്നു. ആത്മാർത്ഥമായി ജോലി ചെയ്തതിന്റെ പേരിലാണ് തന്റെ ഭർത്താവിന്ന് ജയിലിന്റെ ഇരുട്ടിൽ കഴിയുന്നതെന്ന യാഥാർത്ഥ്യം നേഹയെ വല്ലാതെ വേദനിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ കനത്ത ഹൃദയത്തോടെയാണ് നേഹ ജയിലിലേക്ക് പുറപ്പെട്ടത്. ഒരു IPS ഓഫീസറുടെ ഔദ്യോഗിക വണ്ടിയിലല്ല അവൾ പോയത്, മറിച്ച് ആരും തിരിച്ചറിയാത്ത ഒരു സ്വകാര്യ കാറിലായിരുന്നു. ജയിൽ സൂപ്രണ്ടിന്റെ പ്രത്യേക അനുമതിയോടെ അവൾ രാഹുലിനെ പാർപ്പിച്ചിരുന്ന സന്ദർശന മുറിയിലേക്ക് നടന്നു. ഇരുമ്പ് കമ്പികൾക്കപ്പുറം നീല ജയിൽ വസ്ത്രം ധരിച്ച് രാഹുൽ വന്നിരുന്നു. അവന്റെ മുഖം വിളറിയിരുന്നു, കണ്ണുകൾക്ക് താഴെ കറുത്ത പാടുകൾ വീണിരുന്നു. അവനെ ആ വേഷത്തിൽ കണ്ടപ്പോൾ നേഹയുടെ ഉള്ളിൽ ഒരു കൊടുങ്കാട്ടടിച്ചു വീശുന്നതുപോലെ തോന്നി. അവൾക്ക് വാക്കുകൾ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. അവൾ വിറയ്ക്കുന്ന ശബ്ദത്തോടെ പറഞ്ഞു, "രാഹുൽ, എന്നോട് ക്ഷമിക്കൂ. ഞാൻ ആ ഫയലുകൾ വിശ്വസിച്ചു. നിന്റെ വാക്കുകൾ കേൾക്കാൻ ഞാൻ തയ്യാറായില്ല. ഒരു ഭാര്യ എന്ന നിലയിൽ ഞാൻ വലിയൊരു തെറ്റാണ് ചെയ്തത്." അവൾ കമ്പികൾക്കിടയിലൂടെ തന്റെ കൈകൾ നീട്ടി. രാഹുൽ പതിയെ അവളുടെ കൈകളിൽ പിടിച്ചു. അവന്റെ കൈകൾക്ക് നല്ല തണുപ്പായിരുന്നു. അവൻ ശാന്തമായി ഒരു ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു, "നേഹ, നീ എന്തിനാണ് കരയുന്നത്? നീ അന്ന് ചെയ്തത് ഒരു ഓഫീസറുടെ കടമയാണ്. നിന്റെ സ്ഥാനത്ത് മറ്റാരായാലും ആ തെളിവുകൾ കണ്ട് അങ്ങനെയേ പ്രവർത്തിക്കൂ. എനിക്ക് നിന്നോട് യാതൊരു വിരോധവുമില്ല. പക്ഷേ എനിക്കൊറ്റ കാര്യത്തിൽ മാത്രമേ സങ്കടമുള്ളൂ. ഈ സമൂഹത്തിനു മുന്നിൽ ഞാനൊരു അഴിമതിക്കാരനായി മുദ്രകുത്തപ്പെട്ടു. എന്റെ മകൾക്ക് മുന്നിൽ ഞാൻ അപമാനിതനായി. എനിക്കെന്റെ നഷ്ടപ്പെട്ട അന്തസ്സ് തിരികെ വേണം. അതിന് നീ എന്നെ സഹായിക്കണം." രാഹുലിന്റെ വാക്കുകളിൽ പ്രതികാര ചിന്തകളില്ലായിരുന്നു. പകരം താൻ ജീവിച്ച സത്യസന്ധമായ ജീവിതത്തിനുള്ള അംഗീകാരം മാത്രമാണ് അവൻ ആഗ്രഹിച്ചത്. നേഹ അവന്റെ കൈകളിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, "ഞാൻ നിനക്ക് വാക്ക് തരുന്നു രാഹുൽ. നിന്നെ ഈ ചതിക്കുഴിയിൽ വീഴ്ത്തിയവരെ ഞാൻ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരും. അവരനുഭവിക്കും." ജയിലിൽ നിന്നും തിരികെ ഓഫീസിലെത്തിയ നേഹ ഒരു പ്രത്യേക രഹസ്യ അന്വേഷണ സംഘം രൂപീകരിച്ചു. തന്റെ വിശ്വസ്തരായ 2 സബ് ഇൻസ്പെക്ടർമാരെ മാത്രമാണ് അവൾ ഈ സംഘത്തിൽ ഉൾപ്പെടുത്തിയത്. സുരേഷ് പാണ്ഡെയുടെ എല്ലാ നീക്കങ്ങളും നിരീക്ഷിക്കാൻ അവൾ ഉത്തരവിട്ടു. അന്ന് വൈകുന്നേരം നേഹയുടെ ഔദ്യോഗിക ഫോണിലേക്ക് ഒരു അജ്ഞാത കോൾ വന്നു. മറുതലയ്ക്കിൽ നിന്നും ഒരു പുരുഷന്റെ ശബ്ദം വളരെ താഴ്ന്ന സ്വരത്തിൽ സംസാരിച്ചു. "മാഡം, ഞാൻ വാട്ടർ ഡിപ്പാർട്ട്മെന്റിലെ ഒരു സീനിയർ ക്ലർക്കാണ്. രാഹുൽ സാറിനെ എങ്ങനെയാണ് അവർ കെണിയിൽപ്പെടുത്തിയതെന്ന് എനിക്ക് കൃത്യമായി അറിയാം. എന്റെ കയ്യിൽ അതിനുള്ള ശക്തമായ തെളിവുകളുണ്ട്. പക്ഷേ എനിക്ക് ഓഫീസിൽ വെച്ചോ നിങ്ങളുടെ സ്റ്റേഷനിൽ വെച്ചോ നിങ്ങളെ കാണാൻ കഴിയില്ല. സുരേഷ് പാണ്ഡെയുടെ ആളുകൾ എന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ഇന്ന് രാത്രി 9 മണിക്ക് പട്ന ബൈപ്പാസിനടുത്തുള്ള വിജനമായ പഴയ ഗോഡൌണിന് മുന്നിൽ വരാൻ കഴിയുമോ?" നേഹ ഒട്ടും മടിച്ചില്ല. അവൾ തന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ പോലും അറിയിക്കാതെ സാധാരണ വേഷത്തിൽ തന്റെ സ്വന്തം വണ്ടിയുമായി പറഞ്ഞ സ്ഥലത്തേക്ക് തിരിച്ചു. രാത്രി 9 മണിയായപ്പോൾ ഗോഡൌണിന്റെ ഇരുട്ടിൽ നിന്നും ഒരു മധ്യവയസ്കൻ പതിയെ പുറത്തേക്ക് വന്നു. ഭയം കാരണം അയാൾ ചുറ്റും നോക്കുകയായിരുന്നു. അയാൾ നേഹയുടെ അരികിലേക്ക് വന്ന് തന്റെ കോട്ടിനുള്ളിൽ നിന്നും ഒരു കറുത്ത പെൻഡ്രൈവ് എടുത്ത് നീട്ടി. "മാഡം, ഇതിലെല്ലാമുണ്ട്. സുരേഷ് പാണ്ഡെയും നഗരത്തിലെ വലിയ 2 കോൺട്രാക്ടർമാരും ചേർന്ന് രാഹുലിനെതിരെ ഗൂഢാലോചന നടത്തുന്ന ദൃശ്യങ്ങളാണിത്. ഇതിലുള്ള കാര്യങ്ങൾ പുറത്തുവന്നാൽ എന്റെ ജീവൻ അപകടത്തിലാകും. എനിക്കൊരു ചെറിയ മകളുണ്ട്. അവൾക്ക് എന്നെ അല്ലാതെ മറ്റാരുമില്ല. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അവളെ നിങ്ങൾ നോക്കണം" എന്നു പറഞ്ഞ് അയാൾ പെട്ടെന്ന് തന്നെ ഇരുട്ടിലേക്ക് നടന്നു മറഞ്ഞു. അന്ന് രാത്രി വീട്ടിലെത്തിയ നേഹ തന്റെ മുറിയുടെ വാതിലുകൾ അടച്ച് ആ പെൻഡ്രൈവ് ലാപ്ടോപ്പിൽ ഘടിപ്പിച്ചു. അതിലൊരു വീഡിയോ ഫയൽ ഉണ്ടായിരുന്നു. അതൊരു രഹസ്യ ക്യാമറ ദൃശ്യമായിരുന്നു. ഒരാഡംബര ഹോട്ടൽ മുറിയിൽ സുരേഷ് പാണ്ഡെയും 2 പ്രമുഖ ബിസിനസ്സുകാരും ഇരുന്ന് മദ്യപിക്കുന്നതായിരുന്നു ദൃശ്യം. അതിലൊരു ബിസിനസ്സുകാരൻ ചോദിക്കുന്നു, "പക്ഷേ പാണ്ഡേജി, ആ ജൂനിയർ എഞ്ചിനീയർ രാഹുൽ നമ്മുടെ ബില്ലുകളെല്ലാം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അവൻ ആ ഫയലുകൾ മുകളിലേക്ക് അയച്ചാൽ നമ്മൾ ജയിലിലാകും." അതിന് സുരേഷ് പാണ്ഡെ ക്രൂരമായി ചിരിച്ചുകൊണ്ട് മറുപടി നൽകുന്നു, "അവനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കണ്ട. അവന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു വ്യാജ ആളെ വെച്ച് അയാളുടെ അക്കൗണ്ടിലേക്ക് 25 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തതായി നമ്മൾ രേഖകളുണ്ടാക്കും. ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നാൽ അവന്റെ ഭാര്യ നേഹ തന്നെയാണ് പട്നയിലെ SP. അവൾ നിയമത്തിന്റെ കാര്യത്തിൽ കടുപ്പക്കാരിയാണ്. സ്വന്തം കൈകൊണ്ട് അവൾ അവനെ അറസ്റ്റ് ചെയ്യും. അതോടെ രാഹുലിന്റെ സത്യസന്ധതയും തീരും, നമ്മുടെ വഴിയിലെ തടസ്സവും മാറും.
ആ ദൃശ്യങ്ങൾ കണ്ട നേഹയുടെ ശരീരം ദേഷ്യം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. തന്റെ ഔദ്യോഗിക പദവിയെയും കർത്തവ്യത്തെയും ഇത്രയും ക്രൂരമായാണ് സുരേഷ് പാണ്ഡെ തന്റെ ഭർത്താവിനെതിരെ ഉപയോഗിച്ചതെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ആ വീഡിയോയുടെ ഒന്നിലധികം പകർപ്പുകളെടുത്ത് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. പിറ്റേന്ന് തന്നെ സുരേഷ് പാണ്ഡെയെ അറസ്റ്റ് ചെയ്യാനുള്ള വാറന്റുമായി ഇറങ്ങാൻ അവൾ തീരുമാനിച്ചു. എന്നാൽ സുരേഷ് പാണ്ഡെ വളരെ മുൻകൂറി കാര്യങ്ങൾ കാണുന്ന ആളായിരുന്നു. നേഹയുടെ നീക്കങ്ങളെക്കുറിച്ച് അയാൾക്കൊപ്പമുള്ള ചില പോലീസുകാർ അയാൾക്ക് വിവരം നൽകിയിരുന്നു. അന്ന് രാത്രി നേഹ തന്റെ കാറുമായി ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. നഗരത്തിലെ തിരക്കുകൾ ഒഴിഞ്ഞ ഒരു വലിയ വളവ് തിരിഞ്ഞപ്പോൾ പെട്ടെന്നെതിരെ ഹെഡ്ലൈറ്റുകൾ അണച്ചുകൊണ്ട് ഒരു വലിയ ലോറി അമിത വേഗത്തിൽ പാഞ്ഞുവന്നു. നേഹയുടെ ഡ്രൈവർ പെട്ടെന്ന് കാര്യം മനസ്സിലാക്കി സ്റ്റിയറിംഗ് വശത്തേക്ക് വെട്ടിച്ചുകൊണ്ടു. വലിയൊരു ശബ്ദത്തോടെ ലോറി കാറിന്റെ വശങ്ങളിൽ ഇടിച്ചുകൊണ്ട് കടന്നുപോയി. കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ വലിയൊരു മൺതിട്ടയിൽ ഇടിച്ചു നിന്നു. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നുപോയിരുന്നു. നേഹയുടെ തല കൺട്രോൾ ബോർഡിൽ ഇടിച്ചെങ്കിലും എയർ ബാഗ് കൃത്യസമയത്ത് തുറന്നതിനാൽ അവൾ വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. ലോറി നിർത്താതെ ഇരുട്ടിലേക്ക് പാഞ്ഞുപോയി. അത് വെറുമൊരു അപകടമല്ല, തന്നെയും തന്റെ കയ്യിലുള്ള തെളിവുകളെയും ഇല്ലാതാക്കാനുള്ള സുരേഷ് പാണ്ഡെയുടെ നേരിട്ടുള്ള വധശ്രമമാണെന്ന് നേഹയ്ക്ക് ഉറപ്പായി. അവൾ തന്റെ നെറ്റിയിലെ ചോര തുടച്ചുകൊണ്ട് കൂടുതൽ ശക്തമായി മുന്നോട്ടു പോകാൻ ഉറപ്പിച്ചു. അർദ്ധരാത്രിയിലെ ആ ആസൂത്രിത വധശ്രമത്തിൽ നിന്നും നേഹ തലനരിയഴിക്കാണ് രക്ഷപ്പെട്ടത്. നെറ്റിയിലെ മുറിവിൽ നിന്നും ഒലിച്ചിറങ്ങിയ ചോര തുടച്ചുകൊണ്ട് അവൾ കാറിന്റെ തകർന്ന വാതിൽ തള്ളിത്തുറന്ന് പുറത്തേക്കിറങ്ങി. അവളുടെ ഡ്രൈവർ ബോധരഹിതനായി സീറ്റിൽ കിടക്കുകയായിരുന്നു. ചുറ്റും കനത്ത ഇരുട്ടായിരുന്നു. ആ വിജനമായ ഓടിൽ സഹായത്തിനായി ആരുമുണ്ടായിരുന്നില്ല. എന്നാൽ നേഹ ഭയന്നില്ല. അവളുടെ ഉള്ളിൽ സുരേഷ് പാണ്ഡെ എന്ന ക്രൂരനായ മനുഷ്യനോടുള്ള കടുത്ത പ്രതികാരചിന്ത ജ്വലിച്ചുയരുകയായിരുന്നു. താൻ ശേഖരിച്ച തെളിവുകളടങ്ങിയ ബാഗ് അവൾ നെഞ്ചോട് ചേർത്തുപിടിച്ചു. മൊബൈൽ ഫോൺ എടുത്ത് അവൾ സിറ്റി കമ്മീഷണറെ നേരിട്ട് വിളിച്ചു. കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിയ കമ്മീഷണർ മിനിറ്റുകൾക്കകം വലിയൊരു പോലീസ് സന്നാഹത്തെയും ആംബുലൻസിനെയും സംഭവസ്ഥലത്തേക്ക് അയച്ചു. ഈ അപകടവാർത്ത പട്ന നഗരത്തിൽ വലിയ ചർച്ചയായി മാറി. ഒരു IPS ഓഫീസർക്ക് നേരെ നഗരമധ്യത്തിൽ വെച്ച് വധശ്രമമുണ്ടായെന്നത് സർക്കാരിനെ പോലും പ്രതിരോധത്തിലാക്കി. കേസ് പട്ന പോലീസിൽ നിന്നും മാറ്റി സംസ്ഥാന ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടു. നേഹയെ താൽക്കാലികമായി അന്വേഷണ ചുമതലയിൽ നിന്നും മാറ്റി നിർത്തിയെങ്കിലും അവൾ രഹസ്യമായി ആ പ്രത്യേക സംഘത്തിന് ആവശ്യമായ എല്ലാ വിവരങ്ങളും നൽകിക്കൊണ്ടിരുന്നു. സുരേഷ് പാണ്ഡെയുടെ സാമ്രാജ്യത്തിന്റെ അന്ത്യം കുറിക്കാനുള്ള കൃത്യമായ കരുനീക്കങ്ങളാണ് പിന്നീട് നടന്നത്. അയാളുടെ ഫോൺ കോളുകളും സാമ്പത്തിക ഇടപാടുകളും പൂർണ്ണമായും നിരീക്ഷണത്തിലാക്കാൻ പ്രത്യേക സംഘം തീരുമാനിച്ചു. എന്നാൽ ഇതിനിടയിൽ നേഹയെ വല്ലാതെ ഉത്കണ്ഠയാകുലയാക്കിയ ഒരു സംഭവം നടന്നു. അവൾക്ക് ഗോഡൌണിനു മുന്നിൽ വെച്ച് രഹസ്യമായി പെൻഡ്രൈവ് കൈമാറിയ ആ ക്ലർക്കിനെ പെട്ടെന്ന് കാണാതായി. അയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. വീട്ടിലോ ബന്ധുവീടുകളിലോ അയാൾ എത്തിയിരുന്നില്ല. സുരേഷ് പാണ്ഡെയുടെ ആളുകൾ അയാളെ അപായപ്പെടുത്തിയിരിക്കാം എന്ന ഭയം നേഹയുടെ മനസ്സിൽ ശക്തമായി. തനിക്കുവേണ്ടി ജീവൻ പണയം വെച്ച് തെളിവ് തന്ന ഒരു മനുഷ്യൻ അപകടത്തിൽപ്പെട്ടെന്ന ഓർമ്മ അവളെ അസ്വസ്ഥയാക്കി. സത്യത്തിന്റെ വഴി എത്രമാത്രം അപകടം നിറഞ്ഞതാണെന്ന് അവൾ ഓരോ നിമിഷവും തിരിച്ചറിയുകയായിരുന്നു. അതേസമയം ജയിലിനുള്ളിലെ സാഹചര്യം കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നു. രാഹുലിന്റെ മേൽ ചുമത്തപ്പെട്ടത് കോടികളുടെ അഴിമതിയായതിനാൽ മറ്റു തടവുകാർ അവനെ വളരെ മോശം കണ്ണുകളോടെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ജയിൽവാസത്തിന്റെ 5-ാം ദിവസം രാത്രിയിൽ വലിയൊരു ദുരന്തം അവിടെ സംഭവിച്ചു. ജയിലിലെ കടുത്ത കുറ്റവാളിയായ ഒരു തടവുകാരൻ മറ്റാരോ നൽകിയ കൊട്ടേഷന്റെ അടിസ്ഥാനത്തിൽ രാഹുലിനെ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ആക്രമിക്കാൻ പദ്ധതിയിട്ടു. ബാത്റൂമിൽ നിന്നും ഒളിച്ചുകിടത്തിയ കനത്ത ഇരുമ്പു പൈപ്പുകൊണ്ട് അവൻ രാഹുലിന്റെ തലയ്ക്ക് നേരെ ആഞ്ഞടിച്ചു. എന്നാൽ അതേ സെല്ലിലുണ്ടായിരുന്ന വൃദ്ധനായ രാമേശ്വർ പ്രസാദ് പെട്ടെന്നുണർന്നു രാഹുലിനെ വശത്തേക്ക് തള്ളിമാറ്റി. എങ്കിലും ആ ഇരുമ്പു പൈപ്പ് രാഹുലിന്റെ തലയുടെ വശങ്ങളിൽ കനത്തിൽ തട്ടുക തന്നെ ചെയ്തു. തലപൊട്ടി ചോരയൊഴുകി രാഹുൽ തറയിലേക്ക് വീണു. ജയിൽ വാർഡന്മാർ ഓടിയെത്തി ആ അക്രമിയെ കീഴടക്കുകയും രാഹുലിനെ അടിയന്തരമായി പട്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. വാർത്തയറിഞ്ഞ നേഹ ആശുപത്രിയിലേക്ക് പാഞ്ഞെത്തി. തീവ്രപരിചരണ വിഭാഗത്തിനു മുന്നിൽ വെച്ച് അവൾ രാഹുലിനെ ചികിത്സിച്ച ഡോക്ടറെ കണ്ടു. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് മാഡം. അടി അല്പം കൂടി മാറിയിരുന്നെങ്കിൽ തലച്ചോറിനെ ബാധിക്കുമായിരുന്നു. ഇപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട്, ബോധം തിരിച്ചു കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം, ഡോക്ടർ പറഞ്ഞു. നേഹ പതിയെ ആ മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. കട്ടിലിൽ തലയിൽ വലിയ വെളുത്ത ബാൻഡേജുമായി രാഹുൽ കിടക്കുകയായിരുന്നു.
അവളുടെ കാൽപ്പെരുമാറ്റം കേട്ട് അവൻ പതിയെ കണ്ണുകൾ തുറന്നു. അവൾ അവന്റെ അരികിലിരുന്ന് ആ കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവളുടെ കണ്ണിൽ നിന്നും കണ്ണീർ തുള്ളികൾ അവന്റെ കൈയിലേക്ക് വീണു. രാഹുൽ, എനിക്ക് മാപ്പ് തരൂ. ഞാൻ കാരണം നിന്റെ ജീവൻ പോലും അപകടത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെ ആ ജയിലിലേക്ക് അയച്ചിരുന്നില്ലെങ്കിൽ. അവൾക്ക് വാക്കുകൾ പൂർണ്ണമാക്കാൻ കഴിഞ്ഞില്ല. രാഹുൽ വിറയ്ക്കുന്ന വിരലുകളാൽ അവളുടെ കവിളിലെ കണ്ണീർ തുടച്ചു. അവൻ വളരെ ക്ഷീണിതമായ ശബ്ദത്തിൽ പറഞ്ഞു, നേഹ, നീ എന്തിനാണ് സ്വയം കുറ്റപ്പെടുത്തുന്നത്? ജയിലിൽ വെച്ച് രാമേശ്വർജി എന്നോടൊരു കാര്യം പറഞ്ഞു. കനലിൽ വെന്താലേ സ്വർണത്തിന് മാറ്റുകൂടുകയുള്ളൂ. ഈ അനുഭവങ്ങൾ എന്നെ കൂടുതൽ ശക്തനാക്കുകയാണ് ചെയ്യുന്നത്. നീ ഭയപ്പെടരുത്. നീ ഒരു IPS ഓഫീസറാണ്. എന്റെ കണ്ണുകളിൽ ഞാൻ കണ്ണീരല്ല കാണേണ്ടത്, മറിച്ച് ആ കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ നിർത്താനുള്ള ആത്മവിശ്വാസമാണ്. എനിക്ക് നീതി ലഭിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. രാഹുലിന്റെ ആ വാക്കുകൾ നേഹയ്ക്ക് നൽകിയ കരുത്ത് ചെറുതായിരുന്നില്ല. അവൾ തന്റെ കണ്ണീർ തുടച്ചുമാറ്റി ഉറച്ച ചുവടുകളോടെ മുറിക്കു പുറത്തേക്കിറങ്ങി. ഇനി ഒരു നിമിഷം പോലും കളയാനില്ലെന്ന് അവൾക്ക് മനസ്സിലായി. 2 ആഴ്ചകൾക്ക് ശേഷം പട്നയിലെ പ്രത്യേക വിജിലൻസ് കോടതിയിൽ ഈ കേസിന്റെ വിചാരണ ആരംഭിച്ചു. നഗരത്തിലെ ഏറ്റവും വലിയ അഴിമതി കേസായതിനാൽ കോടതി പരിസരം മുഴുവൻ ജനങ്ങൾ കൊണ്ടും മാധ്യമപ്രവർത്തകൾ കൊണ്ടും നിറഞ്ഞിരുന്നു. കോടതി മുറിക്കുള്ളിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത്. ജഡ്ജി തന്റെ കസേരയിൽ വന്നിരുന്നതോടെ വിചാരണയുടെ നടപടികൾക്ക് തുടക്കമിട്ടു. പ്രതിക്കുട്ടിൽ കറുത്ത കോട്ടിട്ട വക്കീലിനൊപ്പം സുരേഷ് പാണ്ഡെ തികച്ചും ശാന്തനായി നിന്നു. തനിക്കെതിരെ യാതൊരു തെളിവുമില്ലെന്ന ഭാവമായിരുന്നു അയാളുടെ മുഖത്ത്. കാണികളുടെ നിരയിൽ തലയിലെ മുറിവുണങ്ങിയ രാഹുലും മകൾ ആദിതിയും ഇരിപ്പുണ്ടായിരുന്നു. സർക്കാർ വക്കീൽ വാദങ്ങൾ ആരംഭിച്ചു. അദ്ദേഹം നേഹയും പ്രത്യേക അന്വേഷണ സംഘവും കണ്ടെത്തിയ ഡിജിറ്റൽ രേഖകൾ ഓരോന്നായി കോടതിക്കു മുന്നിൽ സമർപ്പിച്ചു. ബാങ്കിൽ നിന്നും ലഭിച്ച സൈബർ ഫോറൻസിക് റിപ്പോർട്ട് അദ്ദേഹം ജഡ്ജിക്ക് കൈമാറി. ബഹുമാനപ്പെട്ട കോടതി, പ്രതിയായ രാഹുൽ ശർമ്മയുടെ അക്കൗണ്ടിലേക്ക് പണം വന്ന ദിവസങ്ങളിൽ അയാളുടെ ബാങ്ക് OTP പോയിരിക്കുന്നത് മറ്റൊരു വ്യാജ നമ്പറിലേക്കാണ്. ആ നമ്പർ സുരേഷ് പാണ്ഡെയുടെ പേഴ്സണൽ അസിസ്റ്റന്റിന്റെ പേരിലെടുത്തതാണെന്ന് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് രാഹുൽ അറിയാതെ അയാളെ കൊടുക്കാൻ വേണ്ടിയുണ്ടാക്കിയ വ്യാജ ഇടപാടുകളാണിത്, വക്കീൽ വാദിച്ചു. തുടർന്ന് കോടതിയിലെ വലിയ സ്ക്രീനിൽ ആ രഹസ്യ പെൻഡ്രൈവിലെ വീഡിയോ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചു. സുരേഷ് പാണ്ഡെ ഹോട്ടൽ മുറിയിലിരുന്ന് രാഹുലിനെ ചതിക്കാൻ പദ്ധതിയിടുന്നതും സ്വന്തം ഭാര്യയെക്കൊണ്ട് തന്നെ അവനെ അറസ്റ്റ് ചെയ്യിക്കുമെന്ന് പറയുന്നതുമായ ദൃശ്യങ്ങൾ വലിയ ശബ്ദത്തിൽ കോടതി മുറിയിൽ മുഴങ്ങി. അത് കേട്ടതും അവിടെയുണ്ടായിരുന്ന ആളുകൾക്കിടയിൽ വലിയ പ്രതിഷേധമുയർന്നു. സുരേഷ് പാണ്ഡെയുടെ മുഖം പെട്ടെന്ന് വിളറി വെളുത്തു. എന്നാൽ സുരേഷ് പാണ്ഡെയുടെ പ്രശസ്തനായ പ്രതിഭാഗം വക്കീൽ എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ പറഞ്ഞു, ബഹുമാനപ്പെട്ട ജഡ്ജി അവർകളെ, ഈ വീഡിയോ തികച്ചും വ്യാജമാണ്. ഇന്നത്തെ കാലത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ആരുടെയും ശബ്ദവും മുഖവും മാറ്റാൻ കഴിയും. എന്റെ കക്ഷിയെ തകർക്കാൻ വേണ്ടി ആരോ ഉണ്ടാക്കിയ ദൃശ്യങ്ങളാണിത്. മാത്രമല്ല, ഈ വീഡിയോ പോലീസിന് നൽകിയ വ്യക്തി ആരാണെന്ന് വ്യക്തമല്ല. ആ വ്യക്തി കോടതിയിൽ വന്ന് മൊഴി നൽകാത്തിടത്തോളം കാലം ഈ വീഡിയോ തെളിവായി സ്വീകരിക്കാൻ കഴിയില്ല. പ്രതിഭാഗം വക്കീലിന്റെ വാദത്തിനു മുന്നിൽ കോടതി മുറിയിൽ ചെറിയൊരു നിശബ്ദത പടർന്നു. സുരേഷ് പാണ്ഡെ വീണ്ടും ആത്മവിശ്വാസത്തോടെ പുഞ്ചിരിച്ചു. അപ്പോഴാണ് സർക്കാർ വക്കീൽ തന്റെ ഡയറി അടച്ചുവെച്ചുകൊണ്ട് ഗംഭീരമായ ശബ്ദത്തിൽ പറഞ്ഞത്, ബഹുമാനപ്പെട്ട കോടതി, ഈ വീഡിയോ നൽകിയ വ്യക്തി മറ്റാരുമല്ല, വാട്ടർ ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ ക്ലർക്കായ മഹേഷ് കുമാറാണ്. സുരേഷ് പാണ്ഡെയുടെ ആളുകൾ ഇദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചതുകൊണ്ട് ഇത്രയും ദിവസം ഞങ്ങൾ ക്രൈംബ്രാഞ്ചിന്റെ അതീവ സുരക്ഷിതമായ ഒരു കേന്ദ്രത്തിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. ഇതാ യഥാർത്ഥ സാക്ഷി കോടതിയുടെ മുന്നിലേക്ക് വരുന്നു. കോടതിയുടെ വലിയ വാതിൽ തുറക്കപ്പെട്ടു. 2 കമാൻഡോകളുടെ സുരക്ഷയിൽ ആ കാണാതായ ക്ലർക്ക് കോടതി മുറിയിലേക്ക് നടന്നുവന്നു. അയാളെ ജീവനോടെ കണ്ടതും സുരേഷ് പാണ്ഡെ കസേരയിൽ തളർന്നുപോയി. കോടതി മുറിയിൽ വലിയൊരു കൊടുങ്കാറ്റടിച്ചു വീശുകയായിരുന്നു. യഥാർത്ഥ സത്യം വിധിപ്രസ്താവത്തിലേക്ക് അടുക്കുകയായിരുന്നു. സാക്ഷിമൊഴി നൽകാനുള്ള കട്ടിലിലേക്ക് മഹേഷ് കുമാർ എന്ന ആ സീനിയർ ക്ലർക്ക് പതിയെ നടന്നു കയറി. ഭയം കാരണം അയാളുടെ കൈകൾ ഇപ്പോഴും ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. ജഡ്ജി അയാളെ നോക്കി ശാന്തമായി ചോദിച്ചു, മഹേഷ് കുമാർ, സുരേഷ് പാണ്ഡെക്കെതിരെ നിങ്ങൾക്കെന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾ ഈ കോടതിയിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ? മഹേഷ് കുമാർ 2 കൈകളും കൂപ്പി ജഡ്ജിയെ നോക്കി ഉറച്ച ശബ്ദത്തിൽ സംസാരിക്കാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട കോടതി, ഞാൻ പറയുന്ന ഓരോ വാക്കും പൂർണ്ണമായ സത്യമാണ്. കഴിഞ്ഞ 5 വർഷമായി വാട്ടർ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന എല്ലാ വ്യാജ ടെൻഡറുകളുടെയും കണക്കുകൾ സുരേഷ് പാണ്ഡെയുടെ നിർദ്ദേശപ്രകാരം എഴുതി തയ്യാറാക്കിയിരുന്നത് ഞാനാണ്. രാഹുൽ ശർമ്മ സാർ ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നതിനുശേഷം ഒരൊറ്റ കള്ള ബില്ല് പോലും പാസാക്കാൻ അദ്ദേഹം സമ്മതിച്ചിരുന്നില്ല. അത് സുരേഷ് പാണ്ഡെയുടെ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സിനെയാണ് ബാധിച്ചത്.
രാഹുൽ സാറിനെ വഴിയിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ തങ്ങൾ ജയിലിലാകുമെന്ന് ഉറപ്പായപ്പോഴാണ് ഇവർ ഇങ്ങനെയൊരു ഡിജിറ്റൽ ചതി ആസൂത്രണം ചെയ്തത്. അതിനായി എന്റെ കമ്പ്യൂട്ടറാണ് അവർ ഉപയോഗിച്ചത്. രാഹുൽ സാർ തികച്ചും നിരപരാധിയാണ്. അദ്ദേഹത്തെ ചതിച്ചതാണ് സാർ. മഹേഷ് കുമാറിന്റെ ഈ സാക്ഷിമൊഴി കേട്ടതോടെ പ്രതിഭാഗം വക്കീലിന് പിന്നീടൊന്നും പറയാനുണ്ടായിരുന്നില്ല. സുരേഷ് പാണ്ഡെ തല കുഴുത്തി പ്രതിക്കൂട്ടിൽ നിന്നു. ജഡ്ജി തന്റെ പേനയെടുത്ത് വിധിന്യായം എഴുതാൻ തുടങ്ങി. കോടതി മുറിയിൽ ഒരു വലിയ നിശബ്ദത പടർന്നു. എല്ലാവരും ശ്വാസമടക്കിപ്പിടിച്ചാണ് ജഡ്ജിയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നത്. രാഹുലിന്റെ അരികിലിരുന്ന ആദിതി തന്റെ അച്ഛന്റെ തോളിലേക്ക് തല ചായച്ചുവെച്ചു. അവളുടെ കൊച്ചുവിരലുകൾ അപ്പോഴും രാഹുലിന്റെ കൈയിൽ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. മിനിറ്റുകൾക്ക് ശേഷം ജഡ്ജി തന്റെ കണ്ണട മാറ്റി വിധി വായിക്കാൻ ആരംഭിച്ചു. ഈ കോടതിക്ക് മുന്നിൽ സമർപ്പിക്കപ്പെട്ട ഡിജിറ്റൽ തെളിവുകളും ബാങ്ക് OPT റെക്കോർഡുകളും മഹേഷ് കുമാർ എന്ന ദൃക്സാക്ഷിയുടെ മൊഴിയും പരിശോധിച്ചതിൽ നിന്നും രാഹുൽ ശർമ്മ എന്ന ജൂനിയർ എഞ്ചിനീയർക്കെതിരെ ചുമത്തപ്പെട്ട അഴിമതി ആരോപണങ്ങളെല്ലാം പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണെന്ന് വ്യക്തമായിരിക്കുന്നു. സത്യസന്ധമായി ജോലി ചെയ്ത ഒരു ഉദ്യോഗസ്ഥനെ വ്യക്തിപരമായ ലാഭത്തിനുവേണ്ടി ചില ഉയർന്ന ഉദ്യോഗസ്ഥർ ചതിക്കുഴിയിൽ വീഴ്ത്തുകയായിരുന്നു. അതിനാൽ രാഹുൽ ശർമ്മയെ ഈ കോടതി എല്ലാ കുറ്റങ്ങളിൽ നിന്നും പൂർണ്ണമായ ആദരവോടെ വെറുതെ വിടുന്നു. അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട ഔദ്യോഗിക പദവി ഉടനടി തിരികെ നൽകാൻ സർക്കാരിനോട് ഉത്തരവിടുന്നു. ഇതോടൊപ്പം ഈ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയ സുരേഷ് പാണ്ഡെയ്ക്ക് 7 വർഷത്തെ കഠിനതടവും 10 ലക്ഷം രൂപ പിഴയും വിധിക്കുന്നു. കൂടാതെ ഈ കേസ് ആദ്യഘട്ടത്തിൽ അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടിക്കും ഉത്തരവിടുന്നു. വിധി കേട്ടതും കോടതി മുറിയിൽ വലിയൊരു കയ്യടി ഉയർന്നു. രാഹുലിന്റെ കണ്ണുകളിൽ നിന്നും സന്തോഷത്തിന്റെ കണ്ണുനീർത്തുള്ളികൾ ഒലിച്ചിറങ്ങി. അവൻ കുനിഞ്ഞ് തന്റെ മകൾ ആദിതിയെ നെഞ്ചോട് ചേർത്തുപിടിച്ചു. അച്ഛാ, നമ്മൾ ജയിച്ചു. ഇനി അച്ഛൻ എന്റെ കൂടെ തന്നെ ഉണ്ടാകുമല്ലോ അല്ലേ എന്ന് ചോദിച്ച് ആ കുഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ജയിലിൽ കിടന്ന ആ കറുത്ത ദിവസങ്ങളിലെ എല്ലാ സങ്കടങ്ങളും ആ ഒറ്റ നിമിഷത്തിൽ രാഹുലിന്റെ മനസ്സിൽ നിന്നും ഇല്ലാതായി. കോടതിയുടെ നടപടികൾ പൂർത്തിയാക്കി രാഹുലും മകളും പുറത്തേക്കിറങ്ങിയപ്പോൾ മാധ്യമപ്രവർത്തകരും നാട്ടുകാരും അവരെ വലഞ്ഞു. മുൻപവനെ അഴിമതിക്കാരൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ച നാട്ടുകാർ പലരും അന്നവിടെ എത്തിയിരുന്നു. അവർ രാഹുലിന്റെ കൈകളിൽ പിടിച്ചു മാപ്പ് ചോദിച്ചു. രാഹുൽ മോനെ, ഞങ്ങൾ വിചാരിച്ചത് നീ തെറ്റുകാരനാണെന്ന്. പത്രങ്ങളിൽ വന്ന വാർത്തകൾ കണ്ടാണ് ഞങ്ങൾ അങ്ങനെ വിശ്വസിച്ചത്. ഞങ്ങളോട് ക്ഷമിക്കണം, നാട്ടുകാരിൽ ഒരാൾ സങ്കടത്തോടെ പറഞ്ഞു. രാഹുൽ വളരെ ശാന്തമായി അവരോട് മറുപടി പറഞ്ഞു. എനിക്ക് നിങ്ങളോട് യാതൊരു പരാതിയുമില്ല. ഈ സമൂഹത്തിൽ പുറമേ കാണുന്ന തെളിവുകൾ വെച്ചേ മനുഷ്യർക്ക് ചിന്തിക്കാൻ കഴിയൂ. എന്നാൽ ഒടുവിൽ സത്യം ജയിച്ചു. എനിക്ക് അതുമാത്രം മതി. ആ വലിയ ജനക്കൂട്ടത്തിനപ്പുറം കോടതിയുടെ വലിയ കല്ലുപാകിയ പടവുകളിൽ ഒരാൾ നിശബ്ദയായി നിൽക്കുന്നുണ്ടായിരുന്നു. അത് നേഹയായിരുന്നു. അന്നവൾ IPS ഓഫീസറുടെ കടുപ്പമുള്ള യൂണിഫോം ധരിച്ചിരുന്നില്ല. സാധാരണ ഒരു വീട്ടമ്മയെപ്പോലെ ഒരു ലളിതമായ സാരിയായിരുന്നു വേഷം. നാട്ടുകാരെല്ലാം ഒഴിഞ്ഞുപോയതിനു ശേഷം അവൾ വളരെ പതുക്കെ രാഹുലിന്റെ മുന്നിലേക്ക് നടന്നുവന്നു. അവളുടെ കണ്ണുകൾ കരഞ്ഞു ചുവന്നിരുന്നു. ഭർത്താവിനെ സമൂഹത്തിനു മുന്നിൽ കള്ളനാക്കി മാറ്റിയ തന്റെ ആ പഴയ നിർണയത്തിന്റെ ഭാരം അവളെ വല്ലാതെ അസ്വസ്ഥയാക്കുന്നുണ്ടായിരുന്നു. അവൾ രാഹുലിന്റെ തൊട്ടുമുന്നിൽ വന്നു നിന്നു. അവൾക്ക് വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ലായിരുന്നു. പെട്ടെന്ന് അവൾ 2 കൈകളും കൂപ്പി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ കോടതി പടവുകളിലേക്ക് ഇരുന്നുപോയി. രാഹുൽ, എനിക്ക് മാപ്പു തരൂ. ഒരു ഓഫീസറായി നിയമം നടപ്പിലാക്കാൻ നോക്കിയപ്പോൾ ഞാൻ എന്റെ ഭർത്താവിന്റെ ഹൃദയം കണ്ടില്ല. നിന്റെ സത്യസന്ധതയെ ഞാൻ അവിശ്വസിച്ചു. ഈ ലോകത്തിൽ നിനക്ക് ഏറ്റവും വലിയ വേദന നൽകിയത് മറ്റാരുമല്ല, നിന്റെ സ്വന്തം ഭാര്യയാണ്. എന്നോടൊരിക്കലും ക്ഷമിക്കാൻ നിനക്ക് കഴിയില്ലെന്നറിയാം. എങ്കിലും അവൾ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് പറഞ്ഞു. അവിടെയുണ്ടായിരുന്ന പോലീസുകാരും മാധ്യമപ്രവർത്തകരും ആ കാഴ്ച കണ്ട് നിശബ്ദരായി. രാഹുൽ പതിയെ കുനിഞ്ഞ് നേഹയുടെ കൈകളിൽ പിടിച്ചു. അവൻ അവളെ ആ പടവുകളിൽ നിന്നും എഴുന്നേൽപ്പിച്ചു. അവളുടെ മുഖത്തെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൻ വളരെ സ്നേഹത്തോടെയും ശാന്തമായും പറഞ്ഞു. നേഹ, നീ എന്തിനാണിങ്ങനെ സങ്കടപ്പെടുന്നത്? നീ അന്ന് നിയമത്തിനപ്പുറം നിന്റെ ഭർത്താവിനാണ് പ്രാധാന്യം നൽകിയിരുന്നതെങ്കിൽ നീ നിന്റെ ഡ്യൂട്ടിയിൽ പരാജയപ്പെട്ടു പോകുമായിരുന്നു. ഒരു IPS ഓഫീസറുടെ കടമ തെളിവുകൾക്ക് മുന്നിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുകയാണ്. നീ അന്ന് എന്നെ ജയിലിൽ അടച്ചതുകൊണ്ടാണ് ഈ വലിയ അഴിമതിയുടെ ചുരുളഴിയാൻ കാരണമായത്. നീ ഒരു ഭാര്യയായി തോറ്റിട്ടില്ല, മറിച്ച് ഒരു നല്ല ഓഫീസറായി സത്യത്തെ ജയിപ്പിക്കുകയാണ് ചെയ്തത്. എനിക്ക് നിന്നോട് യാതൊരു വിരോധവുമില്ല. രാഹുലിന്റെ ആ മഹത്വം നിറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ നേഹയുടെ ഉള്ളിലെ സങ്കടമെല്ലാം അലിഞ്ഞുപോയി. അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. അപ്പോഴാണ് ചെറിയ ആദിതി അവരുടെ നടുവിലേക്ക് ഓടിവന്നത്.
അവൾ നേഹയുടെയും രാഹുലിന്റെയും കൈകൾ ഒരുമിച്ച് ചേർത്ത് പിടിച്ചു. ഇനി ആരും കരയരുത്. നമ്മുടെ വീട്ടിൽ നമുക്കൊരുമിച്ച് പോകാം. എനിക്ക് അച്ഛൻ ഉണ്ടാക്കിത്തരുന്ന ഭക്ഷണം കഴിക്കണം. എന്നാ കുഞ്ഞിന്റെ നിർമ്മലമായ വാക്കുകൾ കേട്ടപ്പോൾ നേഹയുടെ മുഖത്ത് 1 വർഷത്തിനു ശേഷം ആദ്യമായി ഒരു വലിയ സന്തോഷം വിരിഞ്ഞു. അവൾ മകളെ എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആ സംഭവത്തിനു ശേഷം പട്ന നഗരത്തിലെ ആ പഴയ ഫ്ളാറ്റിലേക്ക് അവർ തിരികെ താമസം മാറി. രാഹുൽ വീണ്ടും തന്റെ ജോലിയിൽ പ്രവേശിച്ചു. ഇപ്പോൾ ഓഫീസിലെ വലിയ ഉദ്യോഗസ്ഥർ പോലും രാഹുലിനെ വലിയ ബഹുമാനത്തോടെയാണ് നോക്കുന്നത്. നേഹ തന്റെ ജോലിയിൽ കൂടുതൽ സംവേദനശീലമായ ഒരു ഓഫീസറായി മാറി. അവൾ ഇപ്പോൾ ഒരു കേസ് അന്വേഷിക്കുമ്പോൾ വെറും ഫയലുകൾ മാത്രമല്ല, അതിനു പിന്നിലെ മനുഷ്യരുടെ ജീവിത കഥകൾ കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. ആദിതി തന്റെ അച്ഛന്റെയും അമ്മയുടെയും സ്നേഹത്തിൽ വീണ്ടും പഴയതുപോലെ സന്തോഷവതിയായി. 1 വർഷത്തിനു ശേഷം പട്നയിലെ ഒരു പ്രമുഖ കോളേജിൽ നടന്ന ചടങ്ങിൽ മുഖ്യ അതിഥിയായി നേഹ പങ്കെടുത്തു. അവിടുത്തെ വിദ്യാർത്ഥികൾ അവളോട് ചോദിച്ചു, മാഡം, നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും നിങ്ങൾ പഠിച്ച ഏറ്റവും വലിയ പാഠം എന്താണ്? നേഹ സദസ്സിന്റെ മുൻനിരയിലിരുന്ന രാഹുലിനെയും ആദിതിയെയും നോക്കി മൈക്കിലൂടെ പറഞ്ഞു, നമ്മുടെ മുന്നിൽ വരുന്ന കടലാസ് രേഖകൾ എപ്പോഴും സത്യമായിരിക്കണമെന്നില്ല. ചിലപ്പോൾ ഏറ്റവും വലിയ നിരപരാധി കുറ്റവാളിയായി ചിത്രീകരിക്കപ്പെട്ടേക്കാം. എന്തു പ്രതിസന്ധി ഉണ്ടായാലും കുടുംബത്തിൽ പരസ്പര വിശ്വാസവും സത്യസന്ധതയുമുണ്ടെങ്കിൽ ഏതിരുണ്ട രാത്രിയും മാറി ഒരു പുതിയ പുലരിയുണ്ടാകും. സത്യം പുറത്തുവരാൻ സമയമെടുക്കും, പക്ഷെ അത് വരിക തന്നെ ചെയ്യും. അത് കേട്ട് സദസ്സിലിരുന്ന് രാഹുൽ അവളെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. അവരുടെ ജീവിതത്തിൽ വന്ന ഒരു വലിയ കൊടുങ്കാറ്റൊടുങ്ങി. ഇപ്പോൾ ശാന്തവും പ്രകാശപൂർണവുമായ ഒരു പുതിയ ജീവിതം അവർക്ക് മുന്നിൽ തുറക്കപ്പെട്ടിരിക്കുകയായിരുന്നു.